ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് 6 മണി മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ ഹാഫ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച്, അതായത് ഒരു 5-6 വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 5-6 ചേർത്തിട്ട്, തീരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ അവിയൽ റെഡിയാക്കുന്നുണ്ട്. പാവയ്ക്ക മെഴുക്കുവരട്ടിയും പാവയ്ക്ക ഫ്രൈയും ആണ് റെഡിയാക്കുന്നത്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ളതും അവിയലിന് വേണ്ടിയിട്ടുള്ളതും കട്ട് ചെയ്ത് ഞാൻ ഇതിൽ വെച്ചിരുന്നതൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അവിയലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാങ്ങയുണ്ട്, 2-3 കഷ്ണം മാങ്ങ, പച്ചമാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാങ്ങയുടെ സമയം കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും, വെള്ളം വേറെ ഒഴിച്ചിട്ടില്ല. നമ്മൾ കഴുകി ഇടുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കും. പിന്നെ സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അതുകൂടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊന്ന് ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ പച്ചമുളക്, കറിവേപ്പില,
അതുപോലെ തന്നെ 2-3 കഷ്ണം ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം കേട്ടോ, തീരെ ചെറുതെടുത്തിട്ടുള്ളൂ. പിന്നെ തൈരാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം തൈര് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ താളിച്ചും കൂടി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ സാമ്പാറിലേക്കൊന്ന് ഞാൻ താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കടുകും ഉലുവയും ചുവന്നമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഇതുപോലെ നല്ലപോലെ വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അവിയലിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഞാൻ ചെറിയ ജീരകവും പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ. ഞാനത് ഇടലായിട്ട് ഇട്ട് കൊടുത്തിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിരുന്ന് ഒന്നുകൂടി ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇപ്പം മുളക് പൊടിയും പിന്നെ കുറച്ചുകൂടി, അതായത് ഒരു ചെറിയ സ്പൂൺ കൂടി സാമ്പാർ പൊടിയും പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് മൂപ്പിച്ച് അത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ഒന്ന് മെഴുക്കുവരട്ടി എടുക്കുകയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും വഴറ്റിയിട്ട് അതിലേക്ക് സവാള, ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കുക. എന്നിട്ട് അതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി പുഴിഞ്ഞതും കൂടി ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിനിപ്പോൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ, വഴറ്റി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആ പാവയ്ക്കയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പേജ് പരിചയപ്പെടുത്തി തരാം. സാറ എത്നിക് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു പേജാണ്. അവർ പുതിയതായി തുടങ്ങിയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ്സാണ് കേട്ടോ. ലോണൊക്കെ എടുത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്നിക് വെയർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഒരു പേജാണ് കേട്ടോ ഇത്. അപ്പോൾ എത്നിക് വെയർ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. സാരീസ്, ഷർട്ട്സ്, അങ്ങനെയുള്ള ഫെസ്റ്റീവ് വെയറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കളക്ഷൻസും ഡിസൈൻസ് എല്ലാം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഇവരുടെ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവരുടെ പേജ് ഒന്ന് കണ്ടു നോക്കും കേട്ടോ. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതായത് പുത്താമ്പുള്ളി എന്ന് പറയുന്ന നെയ്ത്ത് ഗ്രാമത്തിൽ നിന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്താണ് ഇവരുടെ എത്നിക് വെയർ വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് എത്നിക് വെയർ വരുന്നത്. റീറ്റെയിൽ മാത്രമല്ല കേട്ടോ. ഇനിയിപ്പോൾ ഷോപ്പൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഹോൾസെയിലായിട്ടും അവർ സാധനങ്ങളൊക്കെ എത്തിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് കൊറിയർ നേരിട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ സാറ എത്നിക് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ തന്നെ എൻ്റെ കുക്കിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്താൽ മതി. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സ്കൂളുള്ള ദിവസങ്ങളിൽ മിക്കവാറും തന്നെ രാവിലെ തന്നെ ലഞ്ചിനുള്ളതും കൂടി ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഉച്ചക്കത്തേക്ക് പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒതുക്കലും പിന്നെ ബെഡ്ഷീറ്റ് മാറ്റലും അലക്കാനിടലും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിനുശേഷം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡുകളെല്ലാം വേറൊരു പാത്രത്തിലാക്കിയിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ വേറെ പാത്രം കഴുകാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കഴിച്ച പാത്രങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. രാവിലെ ഫുഡൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് പിന്നെ ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഒന്ന് തിളപ്പിച്ച് ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കും. പിന്നെ ചില ദിവസങ്ങളിൽ രാവിലത്തെ പലഹാരങ്ങൾ തന്നെയാണ് രാത്രി മിക്കവാറും കഴിക്കുന്നത്.
അങ്ങനെ പാത്രം കഴുകും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഹാൻഡ് വാഷ് ലിക്വിഡും അതുപോലെ തന്നെ പുൽത്തൈലം ഉണ്ടല്ലോ, 2-3 ഡ്രോപ്പ് പുൽത്തൈലവും പിന്നെ വെള്ളവും കൂടി ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇത് നമ്മുടെ കിച്ചണിലേക്ക് ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെയുള്ള സ്മെല്ലും പുകയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ മാറി കിട്ടാനും പിന്നെ ചെറിയ ചെറിയ ഈച്ചകളും ഉറുമ്പുകളും ഒക്കെ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ തന്നെ ഒരു ഫ്രഷ് ലുക്കായിരിക്കും. ഇത്രയും കുക്കിങ്ങും കാര്യങ്ങളും ചെയ്താൽ നമുക്ക് അറിയേയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാന്റ്സൊക്കെ വിൻഡോയുടെ അവിടെ വെച്ചത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ തെറിക്കുമല്ലോ. പോട്ടുകളിലാണെങ്കിലും അവിടെ ഇരിക്കുന്ന ബോട്ടിൽസിലൊക്കെ ആണെങ്കിലും സൈഡിലും ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് കറികളും കാര്യങ്ങളും താളിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നീട് നമ്മളത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അത് അവിടെ ഉണങ്ങി പിടിച്ച് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ തന്നെ നല്ല പാടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അതായത് മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതുപോലെ തന്നെ വളർന്ന് നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ബുഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഹാങ് ചെയ്തിടാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ജാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തുറക്കുക അടക്കുകയും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൈപ്പാടുകളും അങ്ങനെ കുറേയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി കുക്കിംഗ് കഴിഞ്ഞ സമയത്ത് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സി അതുപോലെ തന്നെ ഓവൻ ഫ്രിഡ്ജ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെപ്പോഴും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള കൈപ്പാടുകളും പിന്നെ എണ്ണമയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അതിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി കുക്കിംഗ് കഴിയുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.